ഇത് കൊന്ന ചവറാണിത്. ഇത് ചില പച്ച മരുന്നിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പം നിലവിൽ നമുക്ക് വീടുകളിലൊക്കെ ശല്യമായി തീർന്നിരിക്കുന്ന എലിയെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇലയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഇത് നമ്മൾ വെട്ടിയെടുക്കുന്നില്ല, ഇത് എല്ലാം അടർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അടർത്തിയെടുത്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എലിയിൽ എങ്ങനെയാണ് തുരത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ എലിശല്യം ഉണ്ടായത് എവിടെയെന്നറിയാം? ഈ കാണുന്ന വീടിൻ്റെ മുകളിൽ ഈ കമത്തി വെച്ചിരിക്കുന്ന ആസ്പിരോ ഷീറ്റ് കണ്ടില്ലേ? ഇതിൻ്റെ ഇടവഴിയാണ് എലി കയറിയിട്ട് ഇതിനകത്തുള്ള സീലിംഗ് എല്ലാം കേടുവരുത്തിയിരിക്കുന്നത്. അതുകൂടാണ്ട് രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. ഭയങ്കര ശല്യവും കാര്യങ്ങളും, വയറിങ് എല്ലാം കടിച്ച് മുറിച്ച് നാശമാക്കി കളഞ്ഞുകൊണ്ടിരിക്കുക. അത്രയും ശല്യമാണ്. അപ്പോൾ അതിനോട്ടുള്ളൊരു ഒറ്റമൂലിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി കയറാം. ഇതുകൊണ്ട് എലിയുടെ ശല്യം ആ ലൈറ്റിൻ്റെ സൈഡാണ് തുരന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. സീലിംഗ് പോലും എലി നശിപ്പിക്കുവാണ്. പല സൈഡിലുമൊക്കെ ഉണ്ട്, കറണ്ട് കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇല ഇട്ടാൽ പറ്റത്തില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാക്കിനകത്താക്കിയിരിക്കുന്നുണ്ട്. ഇവനെ നമ്മൾ ചവിട്ടി പീച്ച്, ഇതിന് കട്ടുമണമുണ്ട്. ആ കട്ടുമണം വരാൻ വേണ്ടിയിട്ട് നമ്മളിവനെ ചാക്കുകൊണ്ട് ചവിട്ടി പീച്ച് ചെയ്യുന്നത്. ചവിട്ടി പീച്ചിട്ട് വേണം അതിനകത്ത് കയറ്റിയിടാൻ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവനെ ചവിട്ടി പീച്ചാം. അല്ലെങ്കിൽ ഇതുപോലൊരു തടിക്കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ച് പിടിച്ചാലും മതി. ഇങ്ങനെ അപ്പോൾ നമ്മളുണ്ടോ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്ത്, ഇത് ഭയങ്കര ഒരു കട്ട് മണമായിരുന്നു. ഇങ്ങനെ ചതച്ചെടുത്ത് കഴിയുമ്പോൾ ചാക്കിനകത്താകുമ്പോൾ ചെതറി പോകത്തില്ല. എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചാക്കിനകത്ത് നമ്മൾ ആക്കിയത്. അപ്പോൾ നമ്മൾ ഇവനെയാണ് നമ്മൾ ഇനി കൊണ്ട് ഇതിൻ്റെ മുകളിലിടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റിന് മുകളിൽ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കമത്തി വെച്ചിരിക്കുന്ന ഇവനെ അങ്ങ് പയ്യെ പൊക്കി നോക്കാം. ഇത് നമ്മൾ സിമെൻറ്റ് ഇട്ട് ഉറപ്പിച്ചില്ല, അതാണ് ഈ കുഴപ്പം. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് പൊക്കി അങ്ങ് നോക്കാം. ഈ ഗ്യാപ്പിൽ കൂടെ ആട്ടോ ഈ ചെറിയ എലി ഇറങ്ങിപ്പോകുന്നത്. വെച്ച സമയത്ത് ശകല അലൈൻമെൻറ്റ് തെറ്റിപ്പോയതുകൊണ്ട് അകന്നു പോയതാണ്. ഇത് നമ്മൾ സിമെൻറ്റ് തുണിയിലോ ചാക്കിലോ ഒക്കെ സിമെൻറ്റ് വെച്ചിട്ട് നമ്മളിത് ഒട്ടിച്ച് വേണം. അതിന് ശേഷം വേണം നമ്മൾ ഈ കമത്ത് ഷീറ്റ് വെക്കാനായിട്ട്. അപ്പോൾ നിലവിൽ അത് വെക്കുന്നതിനിപ്പം ഇതിനകത്ത് കിടക്കുന്ന എലിയെ ഓടിക്കുക എന്നുള്ളതാണ്. ഓടിച്ചതിന് ശേഷം വേണം നമ്മൾ, എത്രയും ദൂരമുണ്ട്, ഇതിനകത്ത് കിടക്കുന്ന എലിയെ ഓടിച്ചതിന് ശേഷം വേണം നമ്മൾ അത് വെക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇലയെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഇല ഇട്ടതിന് ശേഷം ഇത് മണം പോകാണ്ടിരിക്കാനായിട്ട് നമ്മളിത് അങ്ങോട്ടേക്ക് അടച്ചടച്ച് പോകും. ഈ ഹോളിൽ കൂടെ സൈഡിൽ കൂടെ വന്നിട്ട് ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഈ സീലിംഗില്ല, വീടിൻ്റെ മുകളിൽ ഷീറ്റ് ഓടമൊക്കെ ആണെങ്കിലും ഈ സീലിങ്ങിൻ്റെ മുകളിൽ എലി കയറുന്ന ഇതുപോലുള്ള ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് നമ്മൾ സിമെൻറ്റ് വെച്ച് നമ്മൾ അടച്ചില്ലെന്നുണ്ടെങ്കിൽ എലി കയറി കൂട് കൂട്ടി സീലിംഗ് തുളച്ച് കളയുന്നതിനേക്കാൾ ഉപരി നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. എലികളെല്ലാം കൂടെ കിടന്നിട്ട് കടിപിടി കൂടുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊന്നയുടെ ചവറ് നമ്മൾ ചതച്ച് ഇതിനകത്ത് ഇട്ടിരിക്കണം. മണം കൊണ്ട്, അതിൻ്റെ കട്ടുമണം കൊണ്ട് ഇറങ്ങിപ്പോയതിന് ശേഷം നമ്മൾ സിമെൻറ്റും തുണിയും കൂടെ വെച്ച് അടയ്ക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എലി അതിനകത്ത് മറ്റ് വിഷം വെച്ച് കഴിഞ്ഞാൽ ചത്ത് കിടന്ന മണമാണ്, മുറിക്കകത്തെല്ലാം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി എലി ഇറങ്ങിപ്പോകുന്നതിന് വന്ന വഴി അതിൻ്റെ ഇറങ്ങിപ്പോകും, അതുകൊണ്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് സിമെൻറ്റ് വെച്ച് അടയ്ക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്സ്, ഓക്കെ.